ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഡൽഹിയിലെ നിർണായക ചർച്ചകൾ ഇനി അറിയേണ്ടത് ഇന്ത്യയുടെ നീക്കം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആ നീക്കങ്ങളിലെ എന്തെങ്കിലുമൊക്കെ സൂചനകൾ ഇപ്പോഴുണ്ടോ? നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇനി എന്നത് വളരെ പ്രധാനമാണല്ലോ. എന്താണ് ഡൽഹിയിലെ ഒരു പൊതു സാഹചര്യം ശ്രീനാഥ് ഇപ്പോൾ? വിജയകുമാർ, അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് ഇപ്പോൾ ചർച്ചകളെല്ലാം മുന്നോട്ട് പോകുന്നത്. യാതൊരു വിവരവും ഇപ്പോൾ ഈ ചർച്ചകൾ എന്ത് നടന്നു എന്ന കാര്യത്തിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും പുറത്തുവിടുന്നില്ല. ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ പ്രതിരോധ വകുപ്പിൽ നിന്നോ മറ്റോ ഒരു വിവരം ലഭിച്ചിട്ട് ഏതാണ്ട് 10 മണിക്കൂറിലധികം സമയമാകുന്നു. കൃത്യമായ എന്തെങ്കിലും ഒരു വിവരം ഇതുവരെ അവർ നൽകുന്നില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന യോഗങ്ങളും തീരുമാനങ്ങളും ഒക്കെ തന്നെ അത്രയേറെ നിർണായകവും നമ്മുടെ രാജ്യസുരക്ഷയുമായി അത്രയേറെ പ്രധാനപ്പെട്ടതുമാണ്. അതുകൊണ്ട് അത്തരം വിവരങ്ങൾ വളരെ കരുതി മാത്രമേ കേന്ദ്ര സർക്കാർ ഇനിയിപ്പോൾ പുറത്തേക്ക് വിടുന്നുണ്ടാകൂ. ഏതായാലും അല്പസമയത്തിന് മുമ്പാണ് ഈ സൗത്ത് ബ്ലോക്കിലെ പ്രതിരോധ മന്ത്രാലയത്തിൽ ഈ യോഗങ്ങൾ പൂർത്തിയായത്. പ്രതിരോധ മന്ത്രിയോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗിനൊപ്പം തന്നെ CDS ഉണ്ടായിരുന്നു, സംയുക്ത സേനാ മേധാവി ഉണ്ടായിരുന്നു, വിവിധ സേനകളുടെ മേധാവിമാരുണ്ടായിരുന്നു. അത്തരത്തിൽ ചർച്ച. ഒപ്പം തന്നെ DRDOയുടെ ഭാഗത്തു നിന്നുള്ള വിവരശേഖരണം കൂടി, ഒരു അവലോകനം കൂടി ഈ ഘട്ടത്തിൽ പ്രതിരോധ മന്ത്രി നടത്തുന്നുണ്ട്. നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ, ടെക്നോളജികൾ, ഇതേക്കുറിച്ച് കൂടിയുള്ള ഒരു അവലോകനം. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ജെറ്റുകൾ വെടിവെച്ചിട്ടത് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു, ആകാശ് മിസൈലുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ കൈവശമുള്ള സാങ്കേതിക വിദ്യകളുടെ കൂടി ഒരു വിലയിരുത്തൽ, ഏറ്റവും നൂതനമായത് എന്തുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിലയിരുത്തൽ നടക്കുന്നുണ്ട്. ഏതായാലും ദില്ലി ഒരു ഹൈ അലേർട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. രാജ്യ തലസ്ഥാനമാണ്. ഇവിടേക്ക് അത്തരത്തിൽ ആക്രമണങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അത്രയധികം സുരക്ഷ, ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം സുരക്ഷയുള്ള, ഏറ്റവും കർശന സുരക്ഷാ വലയത്തിലുള്ള ഒരു മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതും. ഏതായാലും ഇവിടെ ഒരു ഹൈ അലേർട്ട് ഈ ഘട്ടത്തിൽ ഉണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്ക് ITO പരിസരത്ത് സൈറനുകൾ ഏതാണ്ട് 20 മിനിറ്റോളം നേരം മുഴങ്ങും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ അപായ സൈറൻ മുഴങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറുക. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും പോകേണ്ടി വന്നാൽ അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുള്ള ഒരു മുൻധാരണ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായാണ് ITO പരിസരത്ത് ഈ തരത്തിൽ ഒരു അപായ സൈറൻ ഏതാണ്ട് 20 മിനിറ്റോളം നേരം മുഴങ്ങുന്നത്. അതിനനുസരിച്ച് ആളുകൾ പെരുമാറുകയും ചെയ്യണം. നമുക്കറിയാം, മോക്ക് ഡ്രില്ല് രാജ്യത്ത് തന്നെ ഏറ്റവും ഭംഗിയായി നടത്തിയ ഒരിടം ഈ ദില്ലിയിൽ തന്നെയാണ്. നമ്മൾ ഖാൻ മാർക്കറ്റിലടക്കം പോയി അത് നേരിട്ട് വീക്ഷിച്ചതുമാണ്. എല്ലാ സാഹചര്യങ്ങളും നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഒപ്പം തന്നെ പ്രാദേശികമായുള്ള ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ തയ്യാറായി നിൽക്കുന്നുമുണ്ട്. ഏതായാലും ഒരു ഹൈ അലർട്ട് ദില്ലിയിലുണ്ട്. ദില്ലിയിൽ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിരോധ വകുപ്പിൻ്റെയോ ഒരു വാർത്താ സമ്മേളനം, ഇന്നലെ രാത്രി യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്, പാകിസ്ഥാൻ എന്ത് തിരിച്ചടിയാണ് നമ്മൾ നൽകിയത് എന്നതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത ഔദ്യോഗികമായി നമുക്ക് അത്തരം വാർത്താ സമ്മേളനങ്ങളിൽ ലഭിച്ചേക്കും. പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. വിജയകുമാർ. ശ്രീനാഥ്, ഇന്നലെ ഇന്ത്യ ഗേറ്റിൽ നിന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഒഴിപ്പിക്കുകയും ഒക്കെ ചെയ്തു. രാത്രിയിൽ നമ്മളത് ആ സമയത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ശ്രീനാഥ് പറഞ്ഞതുപോലെ അതീവ ജാഗ്രതയിലാണ് രാജ്യ തലസ്ഥാനം. നിർണായക ചർച്ചകൾ നടക്കുന്ന, നിർണായക നീക്കങ്ങൾ നടക്കുന്ന, നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും ഒക്കെ ഉൾപ്പെടുന്ന തന്ത്രപ്രധാന കേന്ദ്രമാണ്. അവിടുത്തെ ഡൽഹിയിലെ ജനജീവിതം മറ്റ് നഗരങ്ങളിലേതുപോലെ ഇന്ന് സാധാരണയായി തന്നെയാണല്ലോ, അല്ലേ? വിജയകുമാർ, ജനജീവിതം സാധാരണ നിലയിലാണ്. പക്ഷേ ഈ ചരിത്ര സ്മാരകങ്ങൾ, തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, ഇതൊക്കെ കൊണ്ട് നിറഞ്ഞ ഒരിടമാണ് ദില്ലി എന്ന് നമുക്കറിയാം. റെഡ് ഫോർട്ട് അടക്കം ഉള്ള ഇടം നമുക്കവിടെ കാണാം. ഈ സൗത്ത് ബ്ലോക്ക്, നോർത്ത് ബ്ലോക്ക്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അവസാനത്തെ ഏറ്റവും അത്യന്തികമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഇടം. ഒപ്പം അവിടെ രാഷ്ട്രപതി ഭവൻ, ഇന്ത്യ ഗേറ്റ്, അങ്ങനെ നിരവധി തന്ത്രപ്രധാന ഇടങ്ങൾ, ചരിത്രപരമായ ഇടങ്ങൾ, സ്മാരകങ്ങൾ, ഇതൊക്കെയുള്ള ഇടമാണ്. ഇതൊക്കെ തന്നെ പലയിടത്തും ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ നിരവധിയായി എത്തുന്ന ഇടങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ആ മേഖലയിൽ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ, കൂടുതൽ പോലീസിനെയും മറ്റും എത്തിച്ച് വലിയ സുരക്ഷാ വലയത്തിലാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ജമ്മു കാശ്മീരിൽ ഈ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം, മിസൈൽ ആക്രമണം തുടങ്ങിയ തൊട്ട് പിന്നാലെ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അതിവേഗം ആ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. അവിടെ പിന്നീട് പോലീസിൻ്റെയും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയും ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്നത്. അവിടെയൊന്നും തന്നെ തൽക്കാലം ആളുകൾ നിൽക്കേണ്ടതില്ല എന്നതായിരുന്നു പോലീസിൻ്റെയും മറ്റും നിലപാട്. ആ തരത്തിൽ അതീവ ജാഗ്രത വേണ്ട സമയത്ത് അത്തരത്തിൽ തന്നെ പോലീസും ഈ കമാൻഡോ സംഘങ്ങളും ഒക്കെ തന്നെ ആ തരത്തിലൊരു നിലപാട് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദില്ലിയെ നമ്മൾ ആ തരത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണ്. അതുകൊണ്ട് പ്രത്യേക ജാഗ്രത ദില്ലിക്ക് വേണ്ടി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയകുമാർ. ശരി ശ്രീനാഥ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുകയാണ്. ഈ തീരുമാനങ്ങൾ ഇന്ന് വൈകിട്ട് വിദേശകാര്യ മന്ത്രാലയവും